ജയിച്ചു പോയെന്ന ആളുകളെയാണല്ലോ പലപ്പോഴും 5 വർഷത്തിൽ 4.25 വർഷം കാണാൻ കിട്ടാതെ വന്നത്. പ്രതിപക്ഷം അങ്ങനെ പറയാവൂ. കാരണം അപ്പോഴേ ഈ ആളുകൾക്ക് അവരിൽ ഉള്ള വിശ്വാസം കൂടി ഇല്ലാതാവും. കാരണം ആളുകളുടെ മുമ്പിൽ കാണുന്നതാണല്ലോ വികസനം. ഭരണ നേട്ടങ്ങളെക്കുറിച്ചുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭരണ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ പോരെ. തൃത്താല ഹാപ്പി ആയത് കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള കണ്ണും ചിന്തിക്കുന്ന മാറ്റങ്ങളിലൂടെയാണ്. അങ്ങനെ സ്വന്തമായിട്ടൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുകൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തട്ടിക്കൂട്ടി ഇറക്കി അതിൽ കുറേ കണക്കുകളൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വെല്ലുവിളി നടത്തുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഞാൻ പറയുന്നതാണ് ശരിയെന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ വികസന നേട്ടങ്ങളോ സംവാദത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതല്ല, അക്കാഡമിക്കായിട്ട് മാത്രം തെളിയിക്കപ്പെടേണ്ടല്ലോ, അനുഭവത്തിലൂടെ ബോധ്യമുണ്ടല്ലേ. വളരെ പിന്നാക്കാവസ്ഥയിൽ നിലനിന്നിരുന്ന ഒരു മണ്ഡലത്തെ 5 വർഷം കൊണ്ടാണ് മാറ്റിയത്. കേരളം മുഴുവൻ മദ്യപ്പുഴ ഒഴുക്കുന്ന ആളുകൾ ആ മദ്യരാജാക്കന്മാരുടെ പണക്കൊഴുപ്പൊക്കെ ഇവിടെ ഇലക്ഷൻ രംഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. തകർന്ന സ്കൂൾ കെട്ടിടങ്ങളായിരുന്നു. 937 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 10 വർഷം മുമ്പുണ്ടാക്കിയ ഒരു ആശുപത്രിയായിരുന്നു. 5 വർഷം കോളേജ് വരും, നഴ്സിംഗ് കോളേജ് വരും എന്ന് പ്രഖ്യാപിച്ചിട്ട് ഒന്നും വരാണ്ട് അവസാനം ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഉദ്ഘാടന തട്ടിക്കൂട്ടാണ്. LDFന്റെ പ്രവർത്തകർക്ക് ഏത് വീട്ടിലും തല ഉയർത്തിപ്പിടിച്ച് ചെന്ന് ഈ ഗവൺമെന്റിന് വോട്ട് ചോദിക്കാം. അത്രയേറെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം BJPയുടെ വലിയ വോട്ട് കുറയുന്നു, അത്രയ്ക്കത്ര വോട്ട് CPM വർദ്ധിക്കുന്നു.